സമയം രാവിലെ 6 മണി കഴിഞ്ഞു. അങ്കുവിനെ സ്കൂളിൽ അയക്കണം. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഇതേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേസത്തെ. അത് തണുപ്പ് മാറാനായിട്ടൊന്ന് എടുത്ത് വെച്ച് ചൂടാക്കി ദോശയാണ് അവൻ്റെ ടിഫിനിലേക്ക് ഇന്ന്. അങ്ങനെ പാല് കാച്ചാൻ വെച്ചു. കല്ലൊക്കെ ദോശയുടെ കല്ല് കുറച്ച് ടൈം എടുക്കുമല്ലോ ചൂടാകുമ്പോൾ, അത് എന്തായാലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്കു എഴുന്നേറ്റ് എന്തായാലും ഇന്ന് നല്ല മൂടാണ്, കുഴപ്പമില്ല. പല്ല് കേൾക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അവൻ വീഡിയോ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടുന്നയാ. ദേ അവൻ്റെ ടിഫിനിലേക്കുള്ള ദോശ ചുട്ടെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ മെത്ത ദോശ പോലെ ഞാൻ ചുട്ട് കൊടുക്കുന്നത്, കാരണം നെയ്യൊക്കെ തേച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അങ്ങ് മുരണ്ടു പോകും. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ടൊരു പഴം അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അപ്പോൾ കേടാകാതിരിക്കും. സാമ്പാറും കുറച്ച് ആറാനായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അടച്ച് വെക്കുന്നത്. അവൻ പറഞ്ഞു ഒരു പ്രാവശ്യം അത് പൊട്ടിത്തെറിച്ചെന്ന്. ഇതിനകത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബുക്കിലൊന്നും ആകത്തില്ലല്ലോ. പിന്നെ അവൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി അവൻ ദേ ഇറങ്ങുകയാണ്. 7:10 അവന് വണ്ടി താഴെ വരും. രാക്കയും എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നേ ഉള്ളൂ. ചിലപ്പം നല്ല ശക്തിക്കൊന്ന് പെയ്ത് നിൽക്കും, വലിയ തീരാതെ തോരാതെ അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അങ്ക് പോയതിന് ശേഷം ചായയൊക്കെ ഇടുകയാണ്. പിന്നെ രാക്ക പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വിളക്കൊക്കെ കത്തിച്ച് ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ ആഴ്ച ഈ വീട് മാറുകയാണ്. കാരണം കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാറുക വെള്ളിയാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ, ആ തുണികളും കാര്യങ്ങളും ഒക്കെ മടക്കിയും പിന്നെ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി ഇരിക്കുകയാണെങ്കിൽ ഇനി ഇതെല്ലാം കൂടെ കുത്തിപ്പറക്കി അങ്ങോട്ട് മാറ്റണ്ടേ. നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ മെഷീനും അങ്ങ് കേടായി കേട്ടോ, എന്തോ എറർ കാണിച്ച് നിൽക്കുക. അത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവർ വന്ന് നോക്കണം നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇങ്ങനെ എല്ലാം ഒന്ന് തൽക്കാലം ഒതുങ്ങി. പിന്നെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും അത് അരിഞ്ഞൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേകാനായിട്ട് വെച്ച് കൊടുത്തു. അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു മാമ്പഴ കൂട്ടാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. രാക്കയുടെ പാലക്കാട് സൈഡിലൊക്കെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസാണ്. അത് ഇത്ര എരിവൊന്നും കാണത്തൊന്നുമില്ല, നല്ല മഞ്ഞ കളറിലിരിക്കും. പക്ഷെ കൊല്ലം സൈഡിലോട്ട് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ആരും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെ പച്ചമാങ്ങ കൊണ്ട് മാങ്ങാപ്പുളി വയ്ക്കും, അത് തൈരൊന്നും ഒഴിക്കാതെ അരപ്പൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഞങ്ങൾ ശരിക്കും പുളിശ്ശേരിക്ക് പകരം ഈ കല്യാണത്തിനും അല്ലതൊക്കെ കാളൻ എന്ന് പറയാതെ ഏത്തപ്പഴം കൊണ്ടും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കൊണ്ട് നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, വലിയ വെള്ളരിക്കയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു മാമ്പഴക്കറി എന്ന് പറയാം, പഴുത്ത മാങ്ങയുടെ കറി. അപ്പോൾ അത് ഞാനൊന്ന് അരപ്പിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി നിർത്തി. ഒരുപാട് തൈരൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു. കടുവും പച്ചമുളകും കുറച്ച് ഉലുവയും കൂടി ഇട്ടു, നല്ലൊരു ഫ്ലേവറാണ്. അത് ഇതേ ലാസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു. തൈര് ചേർത്തിട്ട് അപ്പോഴേ ഞാനങ്ങ് ഓഫ് ചെയ്തു കേട്ടോ, അല്ലേ അത് പിരിഞ്ഞു പോകും. പിന്നെ ഇതങ്ങ് ഇളക്കിയെടുക്കാം. നമ്മുടെ സ്വാദാണല്ലോ നമ്മുടെ കറികളിൽ മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ സ്വാദം എന്താണോ, നമ്മുടെ വീട്ടിലുള്ളവരുടെ സ്വാദം എന്താണോ, ആ രീതിയിൽ കറി വെക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സക്സസ് ആവുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് ഒരു ഒഴിച്ചു കിട്ടാൻ അത്രേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അരി അടുപ്പിട്ടിട്ടുണ്ട്, സോനാ മസൂരിയുടെ അരിയ. ചെറുപയർ ദേ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരപ്പും ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പിന് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും തേങ്ങയിലൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ദേ ഈ രീതിയിലാക്കിയിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കുക. പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അതിനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ വറ്റൽമുളക് ഇട്ട് ഈ പയർ അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ലഞ്ച് റെഡി. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടുക കേട്ടോ, കാരണം മാറുന്നതിൻ്റെ ഒരു ധൃതിയിലാണിപ്പോൾ നമ്മൾ. ലഞ്ച് ഇതാണേ. അടുക്കളയിലെ സാധനങ്ങളും കുറച്ച് ഒന്ന് അടുക്കി വെക്കണം എന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വേണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓരോ സമയം എന്ത് ചെയ്യുമ്പോഴും എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ തലയിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഈ കബേർഡ്സ് ഒന്നും ആ കിച്ചണിൽ ഇങ്ങനെ അല്ല കേട്ടോ, ഇപ്പുറത്തെ സൈഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഈ സൈഡിലിട്ട് കബേർഡ്സ് ഒന്നും വരുന്നില്ല ആ വീട്ടിൽ. കാരണം നീളമൊന്നും ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കബേർഡ്സ് എല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചേക്കുക. പക്ഷേ അത് വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വേണമെങ്കിൽ മാറ്റി വെച്ച് തരും, പക്ഷേ നമ്മളിനി അതിനൊന്നും നിൽക്കുന്നില്ല. അതൊക്കെ കുറേ ടൈം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ കർക്കിടകത്തിന് മുന്നേ നമുക്ക് മാറണ്ടേ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അതേ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ പണ്ട് നേരത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ തേനീച്ചക്കൂട്. അത് കളഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ മാറിയിട്ട് ഇനി അത് കളയുന്നുള്ളൂ. അത് ദേ തേനായിട്ട് നിൽപ്പുണ്ട്. ദേ ഇങ്ങനെ റെഡിഷ് കളറിലൊക്കെ കാണുന്നത് തേനാ നിറച്ച് അതിങ്ങനെ വെച്ചേക്കുകയാണേ. ഇടയ്ക്കിടയ്ക്ക് തേനീച്ചയെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. കാരണം തേനീച്ച അവിടേക്ക് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എനിക്കൊരു പേടി കയറി കുത്തിയ അതും പ്രശ്നമാകുമോയെന്ന്. അപ്പോൾ ദേ നല്ല ചുമന്ന ആ സൂര്യൻ്റെ കളറിൽ ആ തേനിങ്ങനെ കാണാം നമുക്ക്. ദേ തേനീച്ച പറക്കുന്ന കണ്ടോ.
നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് സമോസ ഉണ്ടായിരുന്നു, നല്ല സമോസയാണ് അവിടെ. ഞാനത് വാങ്ങിച്ചു സ്നാക്കായിട്ട്. സമോസയും അവരുടെ ഒരു പച്ചയും ചുമപ്പും കൂടെ ചേർന്നൊരു ചട്നിയാണ്. അപ്പം എന്തായാലും ഞാനത് 2 എണ്ണം കഴിക്കും, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. ഡിന്നറിന് യെല്ലോ പീസ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് വേവിക്കാനായിട്ട് ഇടണം. ഒന്ന് കഴുകി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. ചപ്പാത്തിയാണ് കൂടെ. ചപ്പാത്തിയുടെ മാവൊക്കെ നേരത്തെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുത്ത് വെച്ചാൽ ആ ജോലി ചെയ്യാൻ കഴിയുമല്ലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, സവാള അരിഞ്ഞ് അതിലേക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ പീസ് വെന്ത് വന്നിട്ടുണ്ട്, ആവശ്യത്തിന് ചെറുതായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പും പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഞാൻ കുറച്ച് കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വരട്ടി റോസ്റ്റ് ചെയ്ത പോലെ എടുത്തിട്ട് പിന്നെ നമ്മുടെ പീസിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു വിസിലും കൂടെ കേൾപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു. നമ്മുടെ ട്രിപ്പ് ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, കേരളത്തിലോട്ട് പോയേ, അതായത് ഹരിയാനയിൽ നിന്ന് കേരളത്തിലേക്ക് പോയ ട്രിപ്പ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നമ്മൾ മഹാരാഷ്ട്ര കയറി നാഗ്പൂർ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര നാഗ്പൂരാണ് എത്തിയത്, നാഗ്പൂർ സിറ്റിയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ഹോട്ടൽ. ഈ മധ്യപ്രദേശ് എന്ന് പറയുന്ന കുറേ ഉണ്ടേ, അത് താണ്ടിയാണ് നമ്മൾ എന്തായാലും മഹാരാഷ്ട്ര കയറി എങ്ങനെയെങ്കിലും നാഗ്പൂർ എത്തി. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇവിടെ ഒന്ന് കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മുടെ യാത്ര കേരളത്തിലോട്ട്. ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ താഴോട്ട് വന്നു കേട്ടോ. ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്, എനിക്ക് എന്തോ ബിരിയാണി കഴിക്കാൻ തോന്നി. പിന്നെ റൊട്ടിയും പനീർ ബട്ടർ മസാലയാണ്. അതുകൂടാതെ ഒരു സിസ്ലർ ഐസ്ക്രീം ബ്രൗണിയും കൂടെ അങ്കൂന് ഓർഡർ ചെയ്തു. അത് വന്നപ്പോൾ അവൻ ശരിക്കും കണ്ണ് തള്ളിപ്പോയി, അവൻ്റെ വിശപ്പൊക്കെ മാറിയായിരുന്നു. എങ്കിലും ഡെസേർട്ട് കഴിക്കാൻ പിള്ളേർക്ക് അത്ര മടിയില്ലല്ലോ. ഞങ്ങളും കുറച്ച് ടേസ്റ്റ് ചെയ്തു, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിസ്ലർ ഐസ്ക്രീം ബ്രൗണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ ബ്രൗണി ഐസ്ക്രീം നമ്മൾ സെപ്പറേറ്റ് കഴിക്കുമല്ലോ, ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇത് കുറച്ച് മാറിയാണ്, കാരണം പുറത്തുനിന്നുള്ളവർക്കും കയറുന്ന രീതിയിലായിരുന്നു റെസ്റ്റോറൻറ്റ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നാഗ്പൂർ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഹോട്ടൽ എടുത്തത്. തുറന്നു നോക്കിയപ്പോൾ മെട്രോ, മുകളിലൂടെ പോകുന്ന മെട്രോ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു നാട്ടിൽ പോയപ്പോൾ വന്ന് നിന്നതും. താഴെയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. പെറ്റ്സൊക്കെ ആയിട്ട് ആളുകൾ പോകുന്നുണ്ട്. കുറേ പുതിയ ബിൽഡിങ്സ് ഒക്കെ ചുറ്റും വന്ന് നിൽപ്പുണ്ട്, ഫ്ലാറ്റ്സ് ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഭംഗിയാട്ടോ. നമ്മളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കേരളമാണെങ്കിൽ അതിൻ്റേതായ ഭംഗി, തമിഴ്നാടാണെങ്കിൽ അതിൻ്റേതായ ഭംഗി, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആകുമ്പോൾ അതിൻ്റേതായ ഭംഗി, അവിടുത്തെ ആളുകളുടെയും ഡ്രസ്സിങ്ങും. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി അത്ഭുതവും എന്താണെന്ന് അറിയാത്ത ഒരു ഫീലിംഗ് വരും. കാരണം നമ്മളെല്ലാം മനുഷ്യരാണെങ്കിലും ഓരോരുത്തരും ഓരോ കൾച്ചറും ഓരോ കാര്യങ്ങളും ഒക്കെ അല്ലേ ജീവിക്കുന്നത്. നമ്മുടെ ഭൂമി തന്നെയാണെങ്കിൽ നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് ഇനിയും ഉണ്ട്. ഇനി എന്താ അപ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് താഴെ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങട്ടോ. നമുക്ക് ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്നതേ ഉള്ളൂ, പക്ഷേ രാക്കേക്ക് ഭയങ്കര വാശിയാട്ടോ, കാറിൽ തന്നെ പോകണം, ഇതൊക്കെ കാണണം, കാണിക്കണം അങ്കൂനെ ഒക്കെ. ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഇന്ന് അങ്കൂന് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന പോലെ പൂരിക്കകത്ത് കുറേ കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോട്ടോ, അവനത് മതിയെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ഉപ്മാവും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്തത്, രാക്കി അത് തന്നെയാണ് എടുത്തത്. ബുഫേ തന്നെ ആയിരുന്നു, കോംപ്ലിമെൻ്ററി ആയിരുന്നു. പിന്നെ മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് ജ്യൂസും ഞങ്ങൾ ചായയും കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിനോട് വിട പറഞ്ഞ് നാഗ്പൂർ സിറ്റിയോട് വിട പറഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാൻ പോവാണ്. നമ്മുടെ വണ്ടി അങ്ങനെ റെഡിയായിട്ട് കിടപ്പുണ്ട്. ഈ ഹോട്ടലിന് പട്ടിയാല ഹൗസ് എന്ന് പറഞ്ഞ് വേറൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. 2-3 റെസ്റ്റോറൻറ്റ് ഇവരുടെ തന്നെ ചുറ്റും ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് നിൽക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. തെലങ്കാന കയറും. നല്ലൊരു ബിരിയാണി കട കാണുമ്പോൾ നമ്മുടെ ലഞ്ച് ഇന്ന് ഹൈദരാബാദി ബിരിയാണി ആയിരിക്കും. തെലങ്കാന, ആന്ധ്ര എന്നൊക്കെ പറഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണിയുടെ കേന്ദ്രങ്ങളാണല്ലോ. അങ്ങനെ നാഗ്പൂർ പട്ടണം വിട്ടിട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞ് നമ്മൾ തെലങ്കാന കയറി ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ ബിരിയാണികൾ കിട്ടുന്ന കുറച്ച് കൊച്ചു ഔട്ട്ലെറ്റ്സ് കണ്ടിട്ടുണ്ട്. നേരത്തെ വന്നപ്പോഴും നമുക്കറിയാമായിരുന്നു. അപ്പോൾ നമ്മളിതേ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ സംഭവങ്ങൾ, ബിരിയാണിയുടെ തന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു മെനുവിൽ കേട്ടോ. ബിരിയാണി മാത്രമല്ല, റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കുന് ബിരിയാണി അത്ര
ഇഷ്ടമുള്ള ആളല്ല, അവന് റൊട്ടി തന്നെ മസ്റ്റാണ്. അപ്പോൾ അവന് റൊട്ടിയും എന്തോ കൂടെ നമ്മുടെ ഡ്രാഗൺ ചിക്കനോ അങ്ങനെ എന്തോ ഒന്ന് ഓർഡർ ചെയ്തു. ഞാൻ ബിരിയാണി ഏതാ ബെസ്റ്റ് എന്ന് നോക്കുന്ന അവരുടെ ഷെഫിൻ്റെ ബെസ്റ്റ് ബിരിയാണി തന്നെ നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്കുവിനൊരു ചോക്ലേറ്റ് ഷേക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ റൊട്ടി വന്നിട്ടുണ്ട്, കൂടെ ഡ്രാഗൺ ചിക്കനും അവൻ്റെ ആദ്യം കൊണ്ടുവന്ന കേട്ടോ. നമ്മുടെ ബിരിയാണി വരുന്നേ ഉള്ളൂ. പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ബിരിയാണീസ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ അവരോട് തന്നെ ചോദിച്ചപ്പോൾ ഒരു ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞെങ്കിൽ അത് തന്നെ പോരട്ടെ. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഒരെണ്ണം തന്നെ ധാരാളം ആവുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്കും കേട്ടോ. പിന്നെ അങ്കുവിൻ്റെ റൊട്ടി അത്ര അവൻ കഴിക്കത്തുമില്ല. ഞാൻ എൻ്റെ പ്ലേറ്റിൽ അങ്ങനെ ഹൈദരാബാദി ബിരിയാണി തട്ടിയിട്ടിട്ടുണ്ട്, കൂടെ സാലഡും. ഇവിടെ ഒരു ഗ്രേവി പോലത്തെ ഒരു സംഭവം തരും കേട്ടോ. ഈ ഹൈദരാബാദ് ആന്ധ്ര സ്റ്റൈലിൽ ബിരിയാണി എല്ലാം ഒരു ഗ്രേവിയും കൂടി തരും. എനിക്കും തമിഴ്നാട്ടിലും ഇങ്ങനെ നമുക്ക് കിട്ടാനാണ്, നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഇങ്ങനെ ഗ്രേവി ബിരിയാണിയുടെ കൂടെ തരാത്തത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഹോട്ടൽ SVM ഗ്രാൻഡ് എന്നാണ് ഞങ്ങൾ കഴിച്ച ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഹൈദരാബാദി ബിരിയാണിയെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പിൽ സൗത്ത് ഇന്ത്യ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ആന്ധ്രാപ്രദേശിലോട്ടാണ്. കാരണം തെലങ്കാന ആന്ധ്രാപ്രദേശും ഇപ്പോൾ 2 ആയല്ലോ. ഇന്ത്യ മുഴുവൻ പരക്കെ കാണുന്ന ഒരു മരമാട്ടോ ഈ ഗുൽമോഹർ. നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ സീസണും ആണെന്ന് തോന്നുന്നു. എല്ലായിടവും ഇങ്ങനെ പൂ പിടിച്ച് ഭംഗിയായിട്ട് നിൽപ്പുണ്ടേ. അങ്ങനെ വീണ്ടും നമ്മുടെ തെലങ്കാനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ആന്ധ്രാപ്രദേശ്, അത് കഴിഞ്ഞ് കർണാടക, പിന്നെ തമിഴ്നാട്. ഏറ്റവും അവസാനം നമ്മൾ എത്തുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലോട്ടാണ്, നമ്മുടെ സ്വന്തം കേരളത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.